ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടോ ചെയ്യാൻ പോണത്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കും, കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടിയത് ചോറാണ്. അപ്പോൾ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ചോറിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ചോറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് മോരാണ്. മോര് ഒരു 100 ഗ്രാമോളം മോര് എടുത്തിട്ടുണ്ട്. മോരില്ല എന്നുണ്ടെങ്കിൽ തൈര് എടുക്കാം, പക്ഷേ മോര് ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അധികം ലൂസായി പോകരുത്, നല്ല കട്ടിയിൽ തന്നെ കിട്ടണം. ഇനി ഇതിലൊക്കെ നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഇവിടെ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ടത് പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും എല്ലാം പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. സവാളൻ്റെയും പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടെടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ 1/4 കപ്പ് പത്തിരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അതും കൂടി ഇട്ടെടുത്തതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതാക്കണതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാക്കണത് നമ്മൾ ബോൾ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ട. നമ്മൾ ഈ വടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ മാതിരി. ഒരു ഭാഗം നല്ലോണം ഒന്ന് മുരഞ്ഞ് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും നല്ലോണം ഒന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു ചോറ് വടയൊക്കെ തിന്നുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചോറ് വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ, പോയി കാണണേ. അപ്പോൾ ഇതാക്കണ 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായി വരുന്നതിന് ശേഷം നമ്മളിത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും സവാളയും ഇതൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലൊക്കെ ഒന്നെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിത്തണ്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് വടല്ലേ, അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വീട്ടിൽ ബാക്കി വന്ന ചോറുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഫോട്ടോസ് അയച്ചുതരാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൂടെ ഫ്രണ്ടായിട്ടുള്ള തഹനൂസ് വേൾഡ് എന്ന ചാനലുള്ള ജസ്ന എന്ന് പറയുന്ന ആൻറ്റി നമ്മുടെ ജിലേബി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.